ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. ഇന്ന് ഞാൻ എളുപ്പത്തിലുണ്ടാക്കാവുന്ന സ്ട്രോബെറി ക്രീം ചീസ് ടാർട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഉണ്ടാക്കുന്നത് ക്രസ്റ്റ് ആണ്. അതിന് എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗ്രാം ക്രാക്കേഴ്സ് പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇനിയും ഇതിലേക്ക് 1/2 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം. അടുത്തത് ഈ ഗ്രാം ക്രാക്കേഴ്സ് ഇതുപോലെയുള്ള ഒരു 9 ഇഞ്ച് പാനിലേക്ക് മാറ്റണം. ഈ പാനിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അടിവശം നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനിയും ഈ ഗ്രാം ക്രാക്കേഴ്സ് ഈ പാനിലിട്ട് പ്രസ് ചെയ്ത് അതിൽ പിടിപ്പിക്കണം. ഇനി ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. ഈ പാത്രത്തിൽ പുരേഡ് സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് ഇതിൻ്റെ വെള്ളം സ്വല്പം വറ്റിച്ച് എടുക്കണം. ഇതിൻ്റെ വെള്ളം പറ്റി ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫാക്കി തണുപ്പിച്ചെടുക്കണം. ഇനിയും ക്രീം ചീസ് ഫില്ലിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. ഇതിന് ഈ പാത്രത്തിൽ 2 8 ഔൺസ് ക്രീം ചീസ് ആണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ സോഫ്റ്റ് ആയ ക്രീം ചീസ് വേണം ഉപയോഗിക്കാൻ. ക്രീം ചീസ് നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ 1-2 മിനിറ്റ് ബീറ്റ് ചെയ്യുക. ഇനിയും ഇതിലേക്ക് തണുത്ത സ്ട്രോബെറി പുരേ ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ വനില എസൻസ്. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇത് മിക്സ് ചെയ്യണം. ഇനിയും 1 കപ്പ് ഹെവി ക്രീം ചേർത്ത് നല്ല ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കണം. ഇനി ഇത് ഫ്രീസറിൽ നിന്നെടുത്ത പാനിലേക്ക് ഒഴിക്കണം. ഇതിൻ്റെ മുകളിൽ വശം ഇതുപോലെ സ്മൂത്ത് ആക്കി ക്ലിംഗ് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് 4-5 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കണം. ചീസ് കേക്ക് ഓവർനൈറ്റ് റെഫ്രിജറേറ്ററിൽ ഇരുന്നതാണ്. ഇനി ഞാനത് തുറന്നു നോക്കുകയാണ്. ബേക്ക് ചെയ്യാതെ വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഡിസേർട്ടാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക.